കാലൊന്നും കൊടുത്തോളാം, മര്യാദയ്ക്ക് പോയി കണ്ടിട്ട് വരാം. ഇതാണ് കോഡ് 6 ട്യൂൺ ചെയ്ത നമ്മളുടെ വെൻഡോ. നമ്മൾ വീട്ടിൽ ബോറടിച്ചിരുന്നതുകൊണ്ട് കാർ എടുത്തുകൊണ്ട് ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുഞ്ചക്കരിയിലോ വെള്ളയണിയിലോ അവിടെ എവിടെയൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വരാം. എന്തായാലും കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. നമ്മൾ കാറിൽ കയറി പോവാണ്. ഇപ്പം നമ്മൾ നെയ്യാറ്റിൻകര എത്തി. നമ്മൾ നേരെ വെള്ളയാണിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഏത് കാറിലാണ്? വെൻഡോ. അപ്പം എന്തായാലും പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാര്യം. അത് കോഡ് 6 ചെയ്തിട്ടുണ്ടോ? 6 ട്യൂൺ ചെയ്ത കാറാണ്. നമ്മളിപ്പോൾ അങ്ങനെ കാലൊന്നും കൊടുത്തോളാം, മര്യാദയ്ക്ക് പോയി കണ്ടിട്ട് വരാം. കുറേ ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട്. ഇപ്പം എന്തായാലും എക്സാമൊക്കെ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട്. അപ്പം നൈസായിട്ട് അവിടെ ഇടയ്ക്കൊക്കെ പോയി കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ വരാം. അപ്പോൾ വണ്ടി കോഡ് 6 ട്യൂണൊക്കെ ചെയ്ത വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ആരും എടുക്കുമ്പോൾ ഇതാന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകും. പക്ഷെ ഇവിടെ ലിമിറ്റ് 60 ആയതുകൊണ്ട് നമ്മൾ അധികമൊന്നും കൊടുക്കണില്ല. കാറിന് 80 അല്ലേ, 70 അല്ലേ, 80-70 എന്തോ ആണ്. വണ്ടി ഇതാ പറഞ്ഞ കാരണമുണ്ട്, പക്ഷെ നമ്മൾ അവനെ എടുക്കണില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളയാണി അവിടുത്തെ കായൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനാണ് പോകുന്നത്. ഇതോ ക്യാമറ ഇതോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടേക്ക് എത്തിയിട്ട് കാണാം. ബാക്കിലൊരു എന്താ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ആദ്യം വെള്ളയാണി പോയിട്ട് അവിടെ നിന്ന് പുഞ്ചക്കരി പോകാമെന്ന് വിചാരിച്ച്. കഴിക്കാൻ പറ്റൊന്നുമില്ല, എന്തായാലും ജസ്റ്റ് അവിടെ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. അതാ ബാക്കിൽ പോയി പാട്ട് പറഞ്ഞോളാം. പാട്ട് പാടാം, കുറച്ചൊരു പാട്ടൊക്കെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് വെള്ളയാണിയിലോട്ട് തിരിഞ്ഞാണ്. വെള്ളയാണിയിലോട്ട് തിരിഞ്ഞു. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തുന്നതാണ്. മൈ റോഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പെട്ടെന്ന് തന്നെ വെള്ളയാണി കായലിലേക്ക് എത്തുന്നതാണ്. വെള്ളയാണി എത്തിയിട്ടുണ്ട്. സൈഡിൽ കാണാനാണ് കായൽ, വെള്ളയാണി കായൽ കണ്ടോ. ഇവിടെ ഇനി ആരെയൊക്കെ മീൻ പിടിക്കാനൊക്കെ കാണാമായിരിക്കും. അപ്പോൾ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്യാണ്. എന്നിട്ട് കാറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ നമ്മൾ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടാണ്. ഇവിടെ ഇടാമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇങ്ങോട്ട് കയറ്റിയിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് എടുത്തിടാം. അപ്പോൾ ഇതാണ് കായൽ. കൊള്ളാല്ലേ. പുറത്തിറങ്ങാം. പുറത്തിറങ്ങിയിട്ട് വണ്ടി കാണിച്ചു തരാം. ഇതാണ് കോഡ് 6 ട്യൂൺ ചെയ്ത നമ്മളുടെ വെൻഡോ. ഇത് കണ്ടോ, അതുപോലെ തന്നെ കായൽ. ഇവിടെ ആരും മീൻ പിടിക്കുന്നൊന്നും കാണുന്നില്ല. അവിടെ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം നിൽക്കുമ്പോൾ ആരെങ്കിലൊക്കെ മീൻ പിടിക്കാനൊക്കെ വരുമായിരിക്കും. എന്തായാലും കിട്ടുന്നതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. കൊള്ളാമല്ലേ കാർ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഇതുപോലത്തെ കിട്ടുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ച് വീഡിയോ സെറ്റാക്കാം. അപ്പുറത്തെ ഒരു വീഡിയോ എടുത്ത് കുറച്ചുകൂടെ ബാക്കിലോട്ട് വർക്ക് ചെയ്തു. കൊള്ളാമല്ലേ. ഇത് 2012 മോഡലാ 13 മോഡൽ എന്നാണ്. അപ്പം അതിന് കോഡ് 6 സ്റ്റേജ് ഓൺ ചെയ്തിട്ടുണ്ട്, ടർബോ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് സെറ്റ് ചെയ്യാം. കൊള്ളാമല്ലേ, വണ്ടി കിടക്കണമെന്നാണ്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടുണ്ട് പാർക്കിംഗ് വെച്ചാൽ അവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ അവിടെ ആരൊക്കെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് അപ്പുറത്തൊക്കെ പോയി അപ്പുറത്ത് എന്തോടാ എൻ്റെ പേര്, പുഞ്ചക്കരി അല്ലേ, പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും മരത്തിൻ്റെ അടിയിൽ കൊണ്ട് പാർക്ക് ചെയ്യാം. ഫോട്ടോ എടുത്ത് പാർക്ക് ചെയ്ത് ഇനി അവിടെ പോയി ജ്യൂസും എല്ലാം കുടിക്കാം. അപ്പോൾ അതാ വഞ്ചി തന്നെ എന്താ അവിടെ വഞ്ചിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. കരിമീനാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ അടിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും വ്യൂ കിടില്ല, കൊള്ളാം, നല്ല രസമുണ്ട്. ആമ്പലും കാര്യങ്ങളൊക്കെ ഇതാ പൂത്ത് എല്ലാം നിൽപ്പുണ്ട്. ഇതാ അവിടെ ഒരാൾ
വഞ്ചിയിലാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ല, ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണാം, അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ മീൻ കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ, കരിമീനിൻ്റെ കുഞ്ഞുങ്ങളാണോ. അപ്പോൾ എന്തായാലും നമുക്ക് ജ്യൂസ് കുടിക്കാം. വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇനി അവിടെ മാളിൽ പോകണ്ടായിരുന്നു. ഇപ്പം പോകാം മാളിൽ. എനിക്കൊരു കുക്കർ വാങ്ങണമായിരുന്നു. കുക്കറാ എങ്ങനെ വേണോ? അവിടെ മോരി സോഡയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും റെഡിയായി വരും. ഇപ്പോൾ കാർ കിടക്കുന്ന വ്യൂ ഇവിടെയല്ലേ, അതിൻ്റെ അവിടുത്തെ ബാക്ക് വ്യൂ വൺ സെറ്റപ്പാണ്. ഇതുപോലെ തന്നെയാണ് പുഞ്ചക്കരിയിലെ വ്യൂ. പുഞ്ചക്കരി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇത് ട്രിവാൻഡ്രത്ത് വെള്ളയണി എന്ന് പറയും. എല്ലാവർക്കും അറിയായിരിക്കും വെള്ളയണി. ഇവിടുത്തെ ഷാപ്പിലെ കറിയും ഇതൊക്കെ കിടലായിരിക്കും. നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഫണ്ടില്ല, നമ്മൾ ഇതിൽ തന്നെ വന്നായിരിക്കും. അപ്പോൾ ഇനി അവിടെ പുഞ്ചക്കരി പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി എന്തായാലും ഇതാ ഒരു വള്ളം, കപ്പൽ അല്ല വള്ളം കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അവിടെ ഒരുപാട് മീനുകൾ വാങ്ങിക്കുന്നു. ചൂണ്ടയുണ്ടായിരുന്നു, ഈ ചൂണ്ടയിടായിരുന്നു. പക്ഷേ ചൂണ്ടയൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ ചൂണ്ടയിടാറുണ്ട് ഇവിടെ. അപ്പോൾ എന്താ വെള്ളം ഇത് ഇവിടെ കൊണ്ട് നമുക്ക് അലിഗേറ്റർ കാറ് തുറന്നു വിട്ടാലേ, എന്നാൽ അലിഗേറ്റർ കാറ് സെറ്റപ്പ് ആയിരിക്കും. എന്തായാലും ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി അങ്ങനെ നിൽപ്പുണ്ട്. കയറാം. ഇത് ഓട്ടിക്ക് അറിയോ? ഞാൻ ഇറങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് കല്ല് കയറി തലയായിരിക്കണേ. ഒരു വെള്ളം കുടിച്ചിട്ട് 3 എണ്ണം നിൽപ്പുണ്ട്. 3 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അറുതിക്കട്ട വിലയും വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞവർ കടയിൽ കയറി കുടിക്കാതിരിക്കുക, നല്ല വൃത്തികെട്ട വെള്ളം. ഇതിടെ കൂടെ എന്തോന്ന് തൈരും വാങ്ങിച്ച് കുടിച്ച് നാരങ്ങളും വലിയ കുഴപ്പമില്ല. നീ എന്താ പിടിച്ചത്? സർവത്താണ്. അവൻ ബാർബിക്യൂല് സർവത്തെന്ന് പറഞ്ഞ് പോയി പിടിച്ച് തരും. പക്ഷേ വാട്ട വെള്ളം. എന്നിട്ട് 40 രൂപ ഒരെണ്ണത്തിന്, ഒരു 10 രൂപയ്ക്ക് വരില്ല. അതല്ല ഉപതരകാരി. അയ്യേ വേണ്ട, നമ്മുടെ മീനെ അടിയെന്ന് കഴിഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും പുഞ്ചക്കരിലോട്ട് പോവാം. നേരെ പുഞ്ചക്കരിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് ഇനി അവിടുത്തെ എന്തെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാം. നിളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാണ്. പുഞ്ചക്കരി അങ്ങോട്ട് പോവാം. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ പാട്ടൊക്കെ ഇട്ട് വ്യൂ കണ്ടിട്ട് പുഞ്ചക്കരിയിലെത്തി. പുഞ്ചക്കരി കള്ളുഷാപ്പിലൊന്നും കയറില്ല. ഇത് കള്ളുഷാപ്പാണ്. നമ്മൾ അങ്ങോട്ടൊന്നും കയറില്ല. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ചുമ്മാ കണ്ടിട്ട് ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാണ്ട് കള്ളുഷാപ്പൊക്കെ കണ്ടില്ലേ. കൊള്ളാം. എന്തെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ എന്തായാലും നട്ടുച്ചയായി. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമുക്ക് തിരികെ പോവാം. കുഴി അമ്മേ ഇത് തന്നെ വഴി. അന്ന് രാവിലെ വന്ന വഴി. അപ്പോൾ ഇവിടെ അവിടെയൊക്കെ കിളച്ചോണ്ടിരിക്കണം. ഇവിടെയൊക്കെ കൃഷി കാര്യങ്ങളൊക്കെയാണ്. വെള്ളച്ചാട്ടം, വെള്ളത്തോട്, ഇവിടെയൊക്കെ കൃഷിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഏതോ താറാവല്ലേ, കൊക്ക്. കാറും കൊണ്ടോ? കടൽ മച്ചന്റെ വീട്. ഇതെന്റെ എന്തോ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പം എന്താ തോട്ടിലാണോ ഇപ്പുറത്തെ വെള്ളയിലാണോ? അതെ. അപ്പൊ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് ഇറങ്ങിയാൽ ഇപ്പുറ സൈഡ് പോകും. അപ്പം പതിയെ ഒതുക്കി കൊടുത്താൽ അങ്ങനെ അങ്ങ് പോവായിരുന്നു, അല്ലെങ്കിൽ വല്ല കുഴിയിലും കിടക്കും. അതൊക്കെ അറിയാം. ഏത് എനിക്കും അറിയാം. ഏത് അവിടെ സ്കൂട്ടറിലായിരുന്നെങ്കിൽ അതുവഴി ഇറക്കി അപ്പുറത്ത് നോക്കിയായിരുന്നു. ഇങ്ങനെ നിറയെ വെള്ളമുണ്ട്. അവിടെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് താറാക്കൂട്ടങ്ങൾ. നിറയെ വെള്ളമുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വരണുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിടാം. താറാക്കൂട്ടങ്ങൾ ഇതിനൊക്കെ പിടിച്ചോണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാം.
വേണ്ടല്ലേ ഇവിടെ ജീവിക്കട്ടല്ലേ താറാവ് ജീവിക്കുന്നു. അമ്മേ പക്ഷെ നല്ല വെള്ളമുണ്ട്, നിറയെ വെള്ളമുണ്ട്. എന്താ കുറേ പേര് അവിടെ ഇരുന്ന് എന്തൊക്കെ എഴുതി എടുക്കുന്നുണ്ട്. എനിക്ക് തെങ്ങെണ്ണയായിരിക്കും, തെങ്ങൊക്കെ എണ്ണ വേണ്ടി. അപ്പോൾ അതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കട്ടെ. ഇതാ പശു 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 നിങ്ങളവിടെ പശു കണ്ടിട്ടുണ്ടോ? കൊക്ക്, പശു, താറാവ്, കാറ്, വെള്ളക്കാറ്, പട്ടി, ആശന്ത്, കാള, പോത്ത്, പോത്ത്, പുല്ല്, മല. അശ്വിൻ നമ്മള് പുഞ്ചക്കരി എത്തി. അമ്മേ ഇല്ല ഇത് മതി. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒതുങ്ങി തന്നെ കിടക്കണം. അപ്പോൾ നമ്മൾ പുഞ്ചക്കരി എത്തി. ഇതാണ് ഇവിടുത്തെ കായൽ. അതുവഴി ഇതാണ് ഇവിടുത്തെ കായൽ. ഇവിടെ മീനുകളൊക്കെ കാണും, മീൻ കുഞ്ഞുങ്ങളൊക്കെ കാണും. നമ്മളിവിടെ ഇതിനുമ്പോൾ വണ്ടിയും കൊണ്ട് ബൈക്കും കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുറച്ച് പേര് നടന്നിട്ടൊക്കെ വരാമല്ലേ. നമ്മൾ പാലം കയറാൻ പോവാണ്. എടാ അന്ന് ഇതുവഴി വണ്ടി കയറ്റിയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റിയ അല്ല. പുഞ്ചക്കരി എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ കൂടെ കാടും കാടല്ലേ വയൽ, അങ്ങോട്ടൊക്കെ പോയി കുറച്ച് ഇരുന്നിട്ട് തിരിച്ചു പോകും. അപ്പം ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ അന്വേഷിച്ചു വരും. ഇങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങൾ. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. താമര ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. കൊള്ളാമല്ലേ വ്യൂ? മരവും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം അങ്ങോട്ട് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. വാവ് കൊള്ളാം. ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. ഓഫ് റോഡ് ബൈക്ക് കൊണ്ടേ കൊണ്ടുവരായിരുന്നു, അല്ലാതെ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിട്ടിട്ട് പോയിരിക്കും. ഇവിടെ വന്നവരാണെന്ന് തോന്നുന്നു. കണ്ടോ പ്ലാസ്റ്റിക്. അത് എന്താ പറയാനാ. അപ്പം അങ്ങോട്ട് നമുക്ക് കുറച്ച് നേരം നടന്നിട്ട് വരാം. അമ്മ ബാക്കിൽ ഫോട്ടോയൊക്കെ എടുത്ത് കളിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ മീനുണ്ടോ? മീനാണ് അതല്ലേ കൊക്ക്. അമ്മ പട്ടി, അവിടെ ഒരു പട്ടി കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ സാർ നമുക്ക് ഇതുവരെ തന്നെ പറയാം. നമ്മുടെ പട്ടി കിടപ്പുണ്ട്, അത് ഇനി വെച്ച് കടിച്ചു വന്ന് ഇതുവഴി കിടന്ന് ഓടാൻ വയ്യ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? കടിക്കില്ലായിരിക്കും എന്തായാലും. എല്ലാവരും വന്നിട്ട് അങ്ങോട്ട് പോകാം. അവയല്ലേ ഒരു രക്ഷയില്ലാത്ത കൊള്ളാം. പുഞ്ചക്കരി ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല നേരത്തെ ഒന്നും. അപ്പോൾ പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ഇപ്പോൾ നമ്മൾ പട്ടിയൊക്കെ താണ്ടി ഇങ്ങോട്ട് എത്തി. അപ്പോൾ വാവ് കൊള്ളാം. വെയിലുണ്ടെങ്കിലും വ്യൂ കൊള്ളാം അല്ലേ അശ്വന്ത്? ഇപ്പോൾ അടുത്ത ആഴ്ച വരണ്ടേ ഇവിടെ? അപ്പോൾ ഇതുവരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ചതുപ്പാണ്. ഇവിടെ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ താന്നു പോകും. എടാ കൃഷിയാണോ? നമ്മളെ ലോങ് ജമ്പ് പഠിച്ചല്ലേ? ആണോ? നീ ഇറങ്ങണോ? അവിടെ ആഴമൊന്നും ഇത് മധുരമില്ലാത്ത പൈസ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പുഞ്ചക്കരിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കള്ള് ഷാപ്പിൽ കയറാമെന്ന് വിചാരിച്ചില്ലേ? കയറിയാലോ? അമ്മേ പട്ടി അതിന് വയ്യാന്ന് തോന്നുന്നു, പാവം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് റിസ്ക് എടുക്കാനേ? അതെ, കാർ എടുത്തിട്ടല്ലേ? കാർ എടുത്തിട്ടല്ലേ? അപ്പം നമ്മൾ പോവുകയാണ്. നടന്നോ? എന്നെ പെട്ടെന്നോ? ചടചടയെന്ന് പറഞ്ഞ പോ. ഇപ്പം തീരും. ഇതെല്ലാം കൂടെ തറ കിടക്കും. ഫോണും ഞാനും ഇവിടെ നിന്ന് ചാടാ. ചാട്, പറ്റുമെങ്കിൽ ചാട്, ചാട്. വൈഡ് വേണോ? വൈഡ് വേണോ സാധാ വേണോ? ഫയർ എടാ അതുപോലെയല്ലേ ഇത്. നീ ആശുന്ന് കേറ്, ധൈര്യമായിട്ട് കേറ്.
ആ റെഡി. കുടിക്കാൻ കുനിഞ്ഞാൽ താഴെ പോയി ഫുഡ് കഴിക്കാൻ. കുറച്ച് മുമ്പേ കഴിച്ച എന്തായിരുന്നു? ആ നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നോ? സർബത്ത്, നറുനീണ്ടി സർബത്ത്. നിന്റെ തൈര് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് പോകണം. അപ്പം നേരെ ഇനി വീട്ടിലോട്ട്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകും. നട്ടുച്ചയായി. ഇപ്പോൾ ഏകദേശം 1:30 1 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കളിക്കാൻ പോകണം. അപ്പം ഇനി കാറ് തിരിക്കട്ടെ. കാറ് തിരിച്ച് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. ഇന്നത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വണ്ടി ഏകദേശം 170 1,70,000 കിലോമീറ്റർ ഓടി. ഇവൻ്റെ അക്കൗണ്ട് മിസ്റ്റർ നിക്ക് എന്നാണ്. അവൻ തന്നെയാണ് ഡ്യൂക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. കണ്ടോ കോഡ് 6 ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ വീട്ടിൽ പോകും. മുമ്പ് വെള്ളയണി പുഞ്ചക്കരിക്ക് വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടുത്തെ ഷാപ്പിലേക്ക് കയറി ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഷാപ്പിൽ കയറുന്ന വീഡിയോ പറ്റുവാണെങ്കിൽ വീട്ടുകാരൊക്കെ വന്നിട്ട് പിന്നെ സെറ്റ് ചെയ്യാം. നല്ല വീട്ടിൽ പൈസ കിട്ടും. അപ്പം വീട്ടിൽ പിന്നെയൊക്കെ സെറ്റ് ചെയ്യാം. എന്താടാ ഫോണിൽ ചാർജ് കുറവില്ല, അതിൽ വീഡിയോ എടുക്കാൻ. ഓ അങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി തിരിച്ച് വീട്ടിലോട്ട് വേണം. നട്ടുച്ചയായി. ഇപ്പോൾ വിശക്കുകയും ചെയ്യണം. ഇപ്പോൾ വീട്ടിൽ പോകാൻ വേണം. അപ്പോൾ എന്തായാലും ഇനി വേറെ വീട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ അതിന് പറഞ്ഞ കാര്യം മറക്കണ്ട. കാറിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. വീട്ടിൽ പോകാം. അതിന് ടക്കനെ പറയാം. കുറേ കറങ്ങിയിട്ട് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി നല്ല ക്ഷീണിച്ചപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. ഇനിയിപ്പോൾ കുറച്ച് കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ എന്തായാലും കളിക്കാൻ പോകണം. അപ്പോൾ എന്തായാലും ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.